നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് യുവാക്കളുടെ ഭക്ഷണം നന്നായി ശ്രദ്ധയോടെ. ഈ ടോപ്പിക്ക് ഇപ്പോൾ ഏറ്റവും റെലവൻ്റ് ആണ്. ഇപ്പം പുതിയൊരു ജീവിത സംസ്കാരവും ഭക്ഷണ രീതിയും ഒക്കെ മാറിക്കഴിഞ്ഞു. സമയത്തല്ലാത്ത ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡ്സും ഹോട്ടൽ ഭക്ഷണത്തിൻ്റെയൊക്കെ അമിത ഉപയോഗം, ഇതെല്ലാം ഏറി വരികയാണ്. ഇത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പം ഇപ്പം യുവാക്കളിൽ കാണുന്ന ഈ ജീവിതശൈലിക്കൊക്കെ അവർക്ക് പലതായ കാരണങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഈ പഠനം, അല്ലെ ജോലി, അല്ലെ സോഷ്യൽ മീഡിയ, തിരക്കിട്ട ജീവിതശൈലി, ഇതെല്ലാം കാരണമാണ് ഈ തെറ്റായിട്ടുള്ളൊരു ഒരു ഫുഡ് ഹാബിറ്റ്സിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ല ചിട്ടയായ ഭക്ഷണവും ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിലും നമ്മളുടെ നല്ലൊരു ആരോഗ്യപ്രദമായ ജീവിതശൈലിയും രോഗങ്ങളില്ലാത്ത ഒരു ജീവിത രീതിയും പിന്തുടരാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് വരുത്തുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് പാരമ്പര്യം, 2 ഭക്ഷണക്രമം, വ്യായാമം, മാനസികാരോഗ്യം. അതുപോലെ മദ്യം, പുകവലി, ചീത്ത കൂട്ടുകെട്ടുകൾ, മയക്കുമരുന്നുകൾ, അമിതമായ കോപം, ഇവയെല്ലാം മാനസികാരോഗ്യത്തെ തളർത്തുന്ന ഘടകങ്ങളാണ്. ഈ ചുട്ടയിലെ ശീലം ചുടലവരെ എന്നുള്ളത് ഭക്ഷണ സംസ്കാരത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയാണ്. ഒരാളുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ആകുന്ന സമയം 1 തൊട്ട് 3 വയസ്സ് എന്ന ടൈമിലാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ ഭക്ഷണ രീതി ക്രമപ്പെടുത്തേണ്ടതാണ്. ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയം അതുതന്നെയാണ്. ഇനി എന്തൊക്കെ തെറ്റുകളാണ് ഈ യങ്സ്റ്റേഴ്സ് വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്, ഒരു ദിവസത്തെ ഊർജത്തിൻ്റെയും പ്രോട്ടീനിൻ്റെയും 1/3 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കാതെ വന്നാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനുള്ള ചാൻസസ്, ജീവിതശൈലി രോഗത്തിനുള്ള ചാൻസസ് കൂടുതലാണ്. ഡയബറ്റിസ്, അതുപോലെ കാർഡിയാക് ഡിസീസസുകൾ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഡിസീസസുകളൊക്കെ ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡുകൾ, ഹോട്ടൽ ഫുഡുകളുടെ അമിത ഉപയോഗം. ഇനി പച്ചക്കറികളും പഴങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫുഡ് സംസ്കാരം. അതുപോലെ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ സ്ക്രീൻ നോക്കി, ഏതെങ്കിലും മൊബൈൽ ഫോണോ TV-യോ നോക്കി ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുന്നത് കാരണം അമിതമായി ഭക്ഷണം കഴിക്കുകയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയാതെയും അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതൊന്നും അറിയാതെയുള്ളൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇത് വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റിസ് വരാം, ഷുഗർ വരാം, അതുപോലെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കാർഡിയാക് അറസ്റ്റ്, ഉയർന്ന BP, അതുപോലെ ദഹന പ്രശ്നങ്ങൾ, ഈ ഗേർഡ്, IBS പോലെ, അൾസർ പോലെയുള്ള ദഹന പ്രശ്നങ്ങൾ, അതുപോലെ വിറ്റമിൻസ്, പോഷകാഹാരത്തിൻ്റെ കുറവ്, കാൽഷ്യം, അയണ്, വിറ്റമിൻ D, വിറ്റമിൻ B12 എന്നിവയുടെ കുറവ്, ഇതുപോലെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളിലേക്ക്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തും. ഇനി എങ്ങനെയാണ് ഇവരുടെ ഭക്ഷണ സംസ്കാരം ഇമ്പ്രൂവ് ആകേണ്ടത്? അതിൽ പ്രധാനം ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡെവലപ്പ് ആക്കുക. ഇനി ഒരു ഫുഡ് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫുഡ് പ്ലേറ്റിനെ 4ആയിട്ട് ഡിവിഷൻ ഇടുക. അതിൽ അരഭാഗം പച്ചക്കറികളുടെ പാർട്ടാക്കുക, 1/4 ഭാഗം സീരിയൽസ്, ധാന്യവർഗ്ഗങ്ങൾക്ക് വേണ്ടി വെക്കുക. ധാന്യവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, ദോശ, അതുപോലെയുള്ള ചോറ് പോലെയുള്ള ധാന്യവർഗ്ഗങ്ങൾക്ക് വേണ്ടി 1/4 ഭാഗം എടുക്കുക. 1/4 ഭാഗം പ്രോട്ടീന് വേണ്ടി മാറ്റിവെക്കുക. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പയർ വർഗ്ഗങ്ങളാകാം, അതുപോലെ തന്നെ മത്സ്യം, കോഴിയിറച്ചി, മുട്ട, അണ്ടിപ്പരിപ്പുകൾ, ഇതെല്ലാം പ്രോട്ടീനിൻ്റെ സോഴ്സസ് ആണ്. അതിനുവേണ്ടി ഒരു 1/4 ഭാഗം. ഇങ്ങനെ ആയിരിക്കണം ഒരു ഫുഡ് പ്ലേറ്റ് ഫോം ചെയ്യേണ്ടത്. അതുപോലെ 100 ഗ്രാം പഴങ്ങൾ ഒരു ദിവസത്തെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കറക്റ്റായിട്ട് ഒരു ദിവസം 2 തൊട്ട് 3 ലിറ്റർ വെള്ളം കുടിക്കുക. പക്ഷേ അത് ഓരോ വ്യക്തികളെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അവരുടെ ബോഡി വെയ്റ്റും സർക്കംഫറൻസും, ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിലൊക്കെ വെള്ളത്തിൻ്റെ അളവ് ക്രമപ്പെടുത്തേണ്ടതാണ്. ഇനി ഒരു 7 തൊട്ട് 8 മണിക്കൂർ മതിയായ ഉറക്കവും വേണം. ഇനി ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആക്കി നിർത്തേണ്ടതും എന്തൊക്കെ പോയിൻറ്റ്സുകൾ ശ്രദ്ധിക്കാം. ഒന്ന്, പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ, നമ്മുടെ സെൽ റിപ്പയർ, സെൽ റീപ്ലേസ്മെൻറ്റ്, ഇതെല്ലാം നടത്തുന്നതിന് പ്രോട്ടീൻ വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണം തന്നെ വേണം. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ മുട്ടയും മുട്ടവെള്ളയും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കൊഴുപ്പ് നീക്കിയ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കേണ്ടതാണ്. കോഴിയിറച്ചിയാണേലും തൊലി നീക്കിയതായിരിക്കണം.
അണ്ടിപ്പരിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രണ വിധേയമായ ഒരു പിടി എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കാൽഷ്യം കൂടുതലടങ്ങിയ ആഹാരങ്ങൾ വേണം എന്നുള്ളത്. കാൽഷ്യം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ യങ് സ്റ്റേജിൽ തന്നെ കാൽഷ്യം അടങ്ങിയ ആഹാരം കഴിക്കുവാണെങ്കിൽ ഭാവിയിൽ ഓസ്റ്റിയോപോറോസിസ് പോലെ അങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും. കാൽഷ്യത്തിൻ്റെ സ്രോതസ്സുകളാണ് പാല്, പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, മുള്ളോടുകൂടിയ മത്സ്യം, റാഗി, എള്ള് എന്നിവ ഭക്ഷണത്തിൻ്റെ പാർട്ടാക്കേണ്ടതാണ്. ഇനി മസ്തിഷ്കാരോഗ്യം പ്രധാനമാണ്. ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ഏറ്റവും പ്രധാനമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മറവി, അതുപോലെ അൾഷിമേഴ്സ്, പാർക്കിൻസോണിസം ഇതൊക്കെ ഇപ്പം യങ്സ്റ്റേഴ്സിൽ തന്നെ കണ്ടുവരുന്നു. അതുകൊണ്ടിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ, മത്സ്യങ്ങളാകാം, മത്തി, അയല പോലെയുള്ള മത്സ്യങ്ങൾ, അതുപോലെ നട്ട് വെറൈറ്റീസുകൾ, വാൾനട്ട്സ്, ആൽമണ്ട്സ് പോലെയുള്ള ഒമേഗ 3 റിച്ച് ഫുഡ്സുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് ഇതൊക്കെ ഒമേഗ 3യുടെ സോഴ്സസ് ആണ്. ഇതെല്ലാം ബ്രെയിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ശ്രദ്ധ വേണ്ടത് ഏതൊക്കെ ഘടകങ്ങളിലാണ്? ക്രാഷ് ഡയറ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ക്രാഷ് ഡയറ്റ് ഒഴിവാക്കുക. എന്താണ് ക്രാഷ് ഡയറ്റ്? പലരും ഹൈ ബോഡി വെയ്റ്റ് ഉള്ളവർ എളുപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ക്രാഷ് ഡയറ്റ്. കലോറിഫിക് വാല്യൂ തീരെ കുറച്ച് വെച്ച് വേണ്ടത്ര പോഷക ഗുണങ്ങളൊന്നും ഇല്ലാതെ കലോറി മാത്രം കുറവായിരിക്കാം, എന്നാൽ ബാലൻസ്ഡ് ആയിരിക്കത്തില്ല ഡയറ്റ്. അങ്ങനെയുള്ള ക്രാഷ് ഡയറ്റ് ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിലെ ഡയറ്റ് പാറ്റേണുകൾ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഫുഡ് ലേബലുകൾ നോക്കി ആഹാരം വാങ്ങുകയും കഴിക്കുകയും ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരുക. നല്ല വ്യായാമം, ഒരു ദിവസം 30-45 മിനിറ്റേലും മിനിമം വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ എന്നിവ സ്വീകരിക്കുക. ഇതെല്ലാം ചെയ്ത് നമ്മൾക്ക് നമ്മുടെ യുവജനങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാം.